പ്രചരണങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് നടത്താൻ പാടില്ല എന്ന് പറയുകയും വസ്തുത വെളിപ്പെടുത്തുകയും വേണം. ഇതുവരെ സർക്കാർ മിണ്ടിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടിയില്ല, അതിനുശേഷവും മിണ്ടുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സമുദായങ്ങൾ തമ്മിൽ തല്ലി സംഘർഷമുണ്ടാക്കിയാൽ ആ സംഘർഷത്തിലൂടെ രൂപപ്പെടുന്ന ധ്രുവീകരണത്തെ തങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന ഒരു കുറുക്കൻ ബുദ്ധിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പുലർത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കളത്തിലിറങ്ങൂ. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ കളത്തിലിറങ്ങൂ. എന്നിട്ട് പറയൂ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേരളത്തിന് നൽകുന്ന ഒരു ശക്തമായ സന്ദേശമുണ്ട്. 1000 പേനക്കത്തികൾക്കിടയിലൂടെ നിങ്ങൾ നടന്നുപോയി എന്ന് പറഞ്ഞാലും ഈ നുണപ്രചാരണങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഈ നിശബ്ദതയുണ്ടല്ലോ, അതിന് പിണറായി വിജയനെ ചരിത്രം വിചാരണ ചെയ്യുമെന്ന്